നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ഗാരേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2002 ജൂൺ 20 എന്ന് പറയുന്നത് മഹീന്ദ്രയെ സംബന്ധിച്ച് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, മഹീന്ദ്ര ആദ്യമായിട്ട് അവരുടെ ഇൻഹൗസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആദ്യത്തെ SUV ഇന്ത്യയിൽ ഇറക്കുന്ന ദിവസമായിരുന്നു. ഞാനീ പറഞ്ഞ ജൂൺ 20, 2002. അന്ന് നത്തിങ് എൽസ് വിൽ ഡു എന്ന ക്യാപ്ഷനോട് കൂടി മഹീന്ദ്ര ആദ്യമായിട്ട് ഇന്ത്യ ഇറക്കിയ SUV ആണ് മഹീന്ദ്ര സ്കോർപിയോ. നമ്മുടെ കൂടെ ഇന്നുള്ളത് 2009 മോഡൽ സ്കോർപിയോ ആണ്. സ്കോർപിയോയെ പറ്റി പറയുമ്പം ഏകദേശം 1990 വരെ മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി വെഹിക്കിൾ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നില്ല. അവർ വാഹനങ്ങൾ അസംബിൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇപ്പോഴും ഒരുപാട് ആരാധകരുള്ള വില്ലീസിൻ്റെ ജീപ്പ് എന്ന് പറയുന്ന മോഡലൊക്കെ മഹീന്ദ്ര ഒരുപാട് അസംബിൾ ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് 90 അവസാനമൊക്കെ ആയപ്പോഴത്തേക്കിനും ഇങ്ങനെ വെഹിക്കിൾ അസംബിൾ മാത്രം ചെയ്തിരുന്നാൽ പോരാ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകണമെന്ന് മഹീന്ദ്രയ്ക്ക് ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഒരു വാഹനം ഉണ്ടായിക്കൂടാ എന്നുള്ള കാര്യത്തെപ്പറ്റി അവർ ആലോചിക്കുന്നത്. പക്ഷേ അത്ര നാളും അസംബിൾ ചെയ്ത് മാത്രം വാഹനം ഉണ്ടായിക്കൊണ്ടിരുന്ന മഹീന്ദ്രയ്ക്ക് ഒരു വാഹനം പുതുതായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് എവിടെ തുടങ്ങണം എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരുപാട് സപ്ലയേഴ്സും വെൻഡേഴ്സും വഴിയാണ് മഹീന്ദ്ര വാഹനങ്ങൾ അസംബിൾ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ സഹായത്തോടു കൂടി തന്നെ സ്വന്തമായിട്ട് ഡിസൈനും ഡെവലപ്പും ചെയ്തെടുത്ത സാധനങ്ങൾ വെൻഡേഴ്സിൻ്റെ സഹായത്തോടു കൂടി ആദ്യമായിട്ട് ഇൻഹൗസിൽ ഉണ്ടാക്കിയെടുത്ത വാഹനമാണ് മഹീന്ദ്ര സ്കോർപിയോ എന്ന് പറയുന്നത്. ഏകദേശം 19 ടീമുകളിലായി 213 പേരെ വെച്ച് മഹീന്ദ്ര 4 വർഷത്തോളം സ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ 4 വർഷത്തോളം ചെലവിട്ട് ഉണ്ടാക്കിയെടുത്ത വാഹനമാണ് സ്കോർപിയോ എന്നുള്ളത്. 2002 ആദ്യമായിട്ട് സ്കോർപിയോ ഇറങ്ങുമ്പോൾ അതിനു മുമ്പ് ഏകദേശം 75 പ്രോട്ടോടൈപ്പുകളാണ് കമ്പനി സ്കോർപിയോ ഫൈനലായിട്ട് ലോഞ്ച് ചെയ്തതിന് മുമ്പ് അവർ ഉണ്ടാക്കിയെടുത്തത്. പ്രോട്ടോടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് ടെസ്റ്റിങ്ങിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് കമ്പനി ഇറക്കുന്ന മോഡലിലാണ് പ്രോട്ടോടൈപ്പ്. അങ്ങനെ 75ഓളം പ്രോട്ടോടൈപ്പുകളാണ് സ്കോർപിയോ എന്നുള്ള വാഹനം കമ്പനി ഇറക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, 750 കോടി രൂപയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് സ്കോർപിയോ എന്നുള്ള വാഹനത്തിന് വേണ്ടി കമ്പനിക്ക് ചിലവാക്കേണ്ടി വന്നത്. ഈ 750 കോടി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുമ്പം ഒരു സാധാരണ കാർ അല്ലെങ്കിൽ SUV ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊത്തം ചിലവിൻ്റെ ഏകദേശം 20% മാത്രമേ. നമുക്ക് സ്കോർപിയോയുടെ വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നില്ല. ഇന്ന് സ്കോർപിയോയുടെ ഇറങ്ങിയിട്ട് ഏകദേശം 18 വർഷമായിരിക്കുകയാണ്. 18 വർഷമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഈ സഫാരി എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു ഊണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം വാഹനമാണ് ഈ സ്കോർപിയോ എന്ന് പറയുന്നത്. മഹീന്ദ്രയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അവർ സ്കോർപിയോ എന്നുള്ള വാഹനം ഇന്ത്യയിൽ ഇറക്കുന്നത്. ആദ്യമായിട്ട് സ്കോർപിയോ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഏകദേശം പെട്രോൾ വേരിയൻറ്റിന് 5.5 ലക്ഷം രൂപയായിരുന്നു. ടോപ്പ് 1 വേരിയൻറ്റ് വന്നിരുന്ന വില ഏകദേശം 7.5 ലക്ഷം രൂപ. ഇന്ന് ഒരു സ്കോർപിയോ BS6 ബേസ് വേരിയൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. ആദ്യം ഇറങ്ങിയ സ്കോർപിയോ ഡീസൽ വേരിയൻ്റ് ഉണ്ടായിരുന്ന ഒരു 109 bhp എഞ്ചിനായിരുന്നു. ട്രാക്ടറിന് അന്ന് മഹീന്ദ്ര അസംബിൾ ചെയ്ത് കൊടുത്തിരുന്ന ട്രാക്ടറിനൊക്കെ ഉപയോഗിച്ചിരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ആദ്യത്തെ സ്കോർപിയോയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ആദ്യത്തെ സ്കോർപിയോയിൽ റിയർ സസ്പെൻഷനിൽ ലീഫ് സ്പ്രിംഗ് ആയിരുന്നു. പക്ഷേ പിന്നീട് അത് മാറി കോയിൽ സ്പ്രിംഗ് ഒക്കെ ആവുന്ന ഒരു ചേഞ്ചും കമ്പനി വരുത്തിയിട്ടുണ്ട്. സ്കോർപിയോ ആദ്യം പെട്രോൾ വേരിയൻറ്റിൽ ഇറങ്ങിയപ്പോഴും അതിനകത്ത് ഉപയോഗിച്ചിരുന്നത് റെനോയിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടുള്ള ഒരു 2 ലിറ്റർ എഞ്ചിനായിരുന്നു. ലാഡർ ഓൺ ഫ്രെയിം ചേസിൽ ഇറങ്ങിയ സ്കോർപിയോ എന്ന് പറയുന്ന വാഹനം ബൈ ഡിഫോൾട്ടായിട്ട് ഇറങ്ങിയത് ഒരു 2 വീൽ ഡ്രൈവിലായിരുന്നു. 4 വീൽ ഡ്രൈവ് വേരിയൻറ്റിലും സ്കോർപിയോ അവൈലബിൾ ആയിരുന്നു. സ്കോർപിയോ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5.5 ലക്ഷം രൂപയായിരുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന്. ആ സമയത്ത് വളരെ നല്ല സെയിൽസ് ഉണ്ടായിരുന്ന ക്വാളിസിനെക്കാട്ടിലും 50,000 രൂപ കുറച്ചാണ് കമ്പനി ആദ്യം ഈ സ്കോർപിയോയുടെ പ്രൈസ് ലോഞ്ച് ചെയ്തത്. അത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ സ്കോർപിയോയെ പറ്റി പറയുമ്പം എടുത്തു പറയേണ്ട അതിൻ്റെ ഒരു ലുക്സാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ലുക്സും, അതിൻ്റെ ഗ്രില്ലാണെങ്കിലും അതിൻ്റെ ഫ്രണ്ട് പോർഷൻ, ബമ്പർ എല്ലാം ഒരുപാട് ആകർഷിക്കുന്ന ഒരു ലുക്സായിട്ട് തന്നെ പറയാൻ പറ്റും. നമ്മൾ എല്ലാ തവണ വീഡിയോസ് ചെയ്യുമ്പോഴും അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ഈ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പണ്ട് എൻ്റെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടികളെ പറ്റി നമ്മൾ ഈ പഴയ വണ്ടി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരുപാട് നൊസ്റ്റാൾജിയാണ്. ശരിക്കും എനിക്ക് അങ്ങനെ തന്നെയാണ്. സ്കോർപിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള വാഹനമാണ്. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ വണ്ടി ഇറങ്ങിയത്. അന്ന് ഞാൻ താമസിച്ച വീടിനടുത്തുള്ള വീട്ടിലൊരു സ്കോർപിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 2-3 വട്ടം ഞാനും എൻ്റെ അനിയത്തിയും സ്കോർപിയോയിൽ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സ്കോർപിയോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. ഹാർഡ്വേർഡ് ബിസിനസ് സ്കൂളിൽ കേസ് സ്റ്റഡി ആയിട്ട് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വാഹനം മഹീന്ദ്ര സ്കോർപിയോടെയാണ്. പെട്രോൾ വേരിയൻറ്റിൽ ഇവിടെ ആദ്യം ഇറക്കിയ സ്കോർപിയോയ്ക്ക് സെയിൽസ് വളരെ കുറവായിരുന്നു. കാരണം മൈലേജ് ഭയങ്കര കുറവായിരുന്നു. 2006 തൊട്ട് 2009 വരെയുള്ള സമയത്താണ് ഈ സ്കോർപിയോ എന്നുള്ള വാഹനം ഒരുപാട് റാലിക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. ഹിമാലയൻ റാലിക്കും അതുപോലെ ഡെസേർട്ട് റാലികൾക്കെല്ലാം. പിന്നെ അത് കൂടാതെ കമ്പനി തന്നെ സംഘടിപ്പിക്കുന്ന ഒരുപാട് റാലിക്കൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി.
അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് സ്കോർപിയോ. കൂടാതെ ലാറ്റിൻ അമേരിക്കയിലും ഈജിപ്തിലും ആഫ്രിക്കയിലും ഒക്കെ സ്കോർപിയോ ഒരുപാട് സെയിൽസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ശതമാനം സെയിൽസും ഈ പുറത്തുള്ള രാജ്യത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്ന സ്കോർപിയോ പെട്രോൾ വേരിയൻറ്റിലുണ്ടായിരുന്ന 2.2 ലിറ്റർ എഞ്ചിനായിരുന്നു, പവർ കൂടിയ എഞ്ചിനായിരുന്നു. സ്കോർപിയോ നമുക്ക് പ്രധാനമായിട്ടും 4 ജനറേഷനായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങി 2002 തൊട്ട് 2006 വരെ, സെക്കൻഡ് ജനറേഷൻ 2006 തൊട്ട് 2014 വരെ, 2014 തൊട്ട് 17 വരെ തേർഡ് ജനറേഷനും, 17 തൊട്ട് ഇപ്പോൾ 2020 വരെ ഫോർത്ത് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയ സ്കോർപിയോയ്ക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. 109 bhp പവറുള്ള ഒരു ഡീസൽ എഞ്ചിൻ, കൂടാതെ 260 ന്യൂട്ടൺ മീറ്റർ ടോർക്കായിരുന്നു. ആ ഒരു വാഹനം ഒരുപാട് ഹിറ്റായി, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായിട്ട് ആ സ്കോർപിയോ മാറി. സെയിൽസ് ഗ്രാഫും വളരെ നല്ല രീതിയിൽ ഉയർന്നു. ഫസ്റ്റ് ജനറേഷൻ സ്കോർപിയോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കേട്ടത് അതിൻ്റെ ഒരു ഡീസലറേഷനാണ്. അതായത് ബ്രേക്ക് ഓട്ടുമ്പോൾ ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ബ്രേക്കിംഗ് എഫിഷ്യൻസി വളരെ കുറച്ച് കുറവായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ജനറേഷൻ സ്കോർപിയോയെ പറ്റി നമ്മൾ പറഞ്ഞു കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കൂടാതെ ഇതിൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബോഡി റോൾ കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സെക്കൻഡ് ജനറേഷൻ സ്കോർപിയോയുടെ അപ്ഡേറ്റ് വന്നത് 2006-ലാണ്. ആദ്യം ഇറങ്ങിയ സ്കോർപിയോയിൽ നിന്ന് മാറ്റിയിട്ട് അതിനകത്തുള്ള ബോഡി റോളും ഇൻഎഫിഷ്യൻസിയായി കുറച്ചുകൂടെ മൈലേജ് കൂട്ടുന്ന കാര്യങ്ങളും പിന്നെ ഡിസൈനിലൊക്കെ ചെറിയ ഗ്രില്ലിലും ബമ്പറിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് സെക്കൻഡ് ജനറേഷൻ സ്കോർപിയോ ഇറങ്ങിയത്. 2007 ആയപ്പോഴാണ് നമ്മുടെ ഈ മഹീന്ദ്രയുടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള എംഹോക്ക് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള സ്കോർപിയോ കമ്പനി ഇറക്കി തുടങ്ങിയത്. ആ എഞ്ചിന് ഏകദേശം 120 bhp ആയിരുന്നു പവർ ഉണ്ടായിരുന്നത്. അതുകൂടാതെ 2009 ആയപ്പോഴത്തേക്കിനും അടുത്ത ഒരു അപ്ഡേറ്റ് അവരിറക്കി, മൈറ്റി മസ്കുലർ സ്കോർപിയോ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ്. ആ അപ്ഡേറ്റിലുള്ള ഒരു സ്കോർപിയോ ആണ് നമ്മുടെ കൂടെ ഇന്നിവിടെ ഉള്ളത്. ഈ മൈറ്റി മസ്കുലർ സ്കോർപിയോയിലാണ് അവർ ആദ്യമായിട്ട് ക്രൂയിസ് കൺട്രോളും പിന്നെ ടയർ പ്രഷർ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഇറക്കിയത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് മൈക്രോ ഹൈബ്രിഡ് വേരിയൻ്റ് ഉള്ള സ്കോർപിയോ കമ്പനി ഇറക്കിയത്. എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് നിരന്തരം പ്രോഡക്റ്റിൽ അപ്ഡേറ്റ്സ് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശൈലി മഹീന്ദ്രയ്ക്കുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, കാരണം സ്കോർപിയോയ്ക്ക് അത്രയും അക്സെപ്റ്റൻസും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ആരാധകരുള്ള ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം വേണ്ടാണ്. യൂട്ടിലിറ്റി വളരെയധികം മികച്ച യൂട്ടിലിറ്റി വാഹനമാണ് ഒരു സ്കോർപിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ SUV സെഗ്മെൻറ്റിലും അല്ലെങ്കിൽ കോമ്പാക്ട് SUV ഒക്കെ ഒരുപാട് ഇല്ലാതിരുന്ന കാലത്തിറങ്ങിയൊരു വാഹനമാണ് സ്കോർപിയോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോർപിയോ ഒരു ജെന്യൂൻ SUV എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അടുത്ത ജനറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2014-ലാണ്. 2014 തൊട്ട് 2017 വരെയാണ്. 2014 അപ്ഡേറ്റിൽ പ്രധാനമായിട്ടും കമ്പനി കൊണ്ടുവന്ന കാര്യങ്ങൾ ചേസിലുള്ള കുറച്ച് മാറ്റങ്ങളാണ്. ബോഡി റോളൊക്കെ കുറച്ചു. പിന്നെ മാത്രമല്ല മൈലേജിന് കുറച്ചുകൂടെ മുൻഗണന കൊടുത്തിട്ടുണ്ട്. പിന്നെ തേർഡ് ജനറേഷൻ, അതായത് 2014 തൊട്ടുള്ള അപ്ഡേറ്റിൽ കമ്പനി പ്രധാനമായിട്ടും ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിലെ സീറ്റ് അന്ന് വരെ ഓപ്പോസിറ്റ് ഫേസിങ് സീറ്റുകളുണ്ടായിരുന്നു. പക്ഷേ 14-ന് ശേഷമുള്ള അപ്ഡേറ്റിലെ കമ്പനി ഇത് എല്ലാം ഫ്രണ്ട് ഫേസിങ് സീറ്റാക്കി മാറ്റി. അതിനുശേഷമാണ് കമ്പനി പ്രധാനമായിട്ടും ബോഡി റോൾ കാര്യത്തിനൊക്കെ മാറ്റാനായിട്ട്, ഈ ബോഡി റോൾ കുറയ്ക്കാനായിട്ട് ആൻറ്റി റോളിംഗ് ബാസ് ഒക്കെ വെച്ചു. പിന്നെ ചേസസ് അതോടുകൂടി കുറച്ചുകൂടെ സ്റ്റിഫായി. മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ മൈലേജ് കൂട്ടുന്ന രീതിയിലുള്ള അപ്ഡേഷൻസും പിന്നെ പുതിയ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം കമ്പനി കൊണ്ടുവന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനായിട്ട് 2014-ലാണ് ആദ്യമായിട്ടും അകത്തുള്ള ക്യാബിൻ ചേഞ്ച് കൂടുതലായിട്ടും കമ്പനി കൊണ്ടുവന്നു. അതുവരേക്കും ആദ്യം ഇറങ്ങിയ ആ ഒരു സ്കോർപിയോയ്ക്ക് ഉണ്ടായിരുന്ന ഡാഷ്ബോർഡിൻ്റെ ഏകദേശം ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സെയിം പാറ്റേണിലുള്ള ഡാഷ്ബോർഡായിരുന്നു. പക്ഷേ ഈ ഒരു 2014 അപ്ഡേറ്റിലാണ് കുറച്ചുകൂടെ മോഡർണൈസ് ചെയ്ത് ഡാഷ്ബോർഡ് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡ് കമ്പനി ഇവിടെ. പിന്നെ അവസാനമായിട്ടും ഫോർത്ത് ജനറേഷൻ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ സ്കോർപിയോ ഇറങ്ങിയപ്പോഴത്തേക്കിനും നമുക്ക് പറയാൻ പറ്റും 2017-ലാണ് അത് ഇറങ്ങിയത്. നമ്മളിപ്പോഴും കാണുന്ന സ്കോർപിയോ അതിനകത്തുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഉള്ള എഞ്ചിൻ മാറ്റം എന്ന് പറഞ്ഞാൽ പഴയ എംഹോക്ക് എഞ്ചിൻ തന്നെയായിരുന്നു. പക്ഷേ പവർ കൂടിയ 2.2 ലിറ്റർ 138 bhp കരുത്തുള്ള ഒരു എംഹോക്ക് എഞ്ചിനാണ്. 2015 ആയപ്പോഴത്തേക്കിനും 5 ലക്ഷം സ്കോർപിയോസ് ആണ് ഇന്ത്യയിൽ കമ്പനി വിറ്റഴിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു സെലിബ്രേഷൻ സെറിമണിയൊക്കെ കമ്പനിക്കുണ്ടായിരുന്നു. മഹീന്ദ്രയെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ആദ്യമായിട്ട് ഇറക്കുന്ന SUV ആണ്. ഒരുപാട് ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ട, നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിറങ്ങി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വാഹനം ഒരുപാട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന സമയം. അങ്ങനെ 5 ലക്ഷം കസ്റ്റമേഴ്സാണ് 2015 സ്കോർപിയോയ്ക്ക് മഹീന്ദ്ര ഉണ്ടാക്കിയെടുത്തത്. ഈ സ്കോർപിയോ ഒരു ബേസ് മോഡലാണ്. അതുകൊണ്ടാണ് ഈ സൈഡ് ക്ലാഡിങ്ങും പിന്നെ ബോഡി കളർ ബമ്പറൊന്നും ഇല്ലാത്തത്. നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ വളരെ വലിയ റോഡ് പ്രസൻസ് ഉള്ളൊരു വാഹനമാണ്. ഗ്രില്ലിനകത്തുള്ള നടുക്ക് ചെറിയൊരു ക്രോമി ഇൻസേർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റാണ്. പക്ഷേ ഇപ്പം ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു പഴക്കം നമുക്ക് തോന്നിക്കും. പിന്നെ ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെയാണ്
താഴെ ഫോഗ് ലാമ്പിൻ്റെ ആ സ്ലോട്ടൊക്കെ എം ടി ആയിട്ട് കിടക്കുകയാണ്. ഫോഗ് ലാമ്പ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഡിസൈൻ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് പോലും ഒരു സമയത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം സ്കോർപിയോ ആയിരുന്നു. കൂടാതെ ഒരുപാട് രാഷ്ട്രീയക്കാരും ഇപ്പോഴും ഉപയോഗിക്കുന്നൊരു വാഹനമാണ് സ്കോർപിയോ. പിന്നെ ഈ ഒരു 2009 ശേഷമുള്ള മോഡലിലാണ് ഈ ഒരു ബോണറ്റ് സ്കൂപ്പ് എല്ലാം വന്നിട്ടുള്ളത്. സൈഡിൽ നോക്കുമ്പം ഒഴുകി ഇറങ്ങിയ പോലുള്ള വീൽ ആർച്ചും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ആദ്യം ശ്രദ്ധയപ്പെടുന്നത്. ബേസ് മോഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ സൈഡിലുള്ള ക്ലാഡിംഗ് ഒന്നും ഇതിനകത്ത് ഇല്ലാത്തത്. പക്ഷേ ഫുഡ് സ്റ്റെപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഈ ഒരു വിൻഡോയുടെ ഈ ഒരു ലൈൻ വരുന്നത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു കർവായിട്ടുള്ള ഒരു ലൈനാണ് വരുന്നത്. അത് പല എസ് യു വിക്കും പലതായിരിക്കും, ചിലതിനൊക്കെ ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷേ സ്കോർപിയോയ്ക്ക് അതിൻ്റെ ഒരു ലുക്സിന് ചേർന്ന രീതിയിലുള്ള ഒരു കർവായിട്ടുള്ള ഒരു ലൈനിങ്ങാണ് ഇങ്ങനെ കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്കിന് ഇവിടെയും ഒരു ജസ്റ്റ് ഇവിടെ നമുക്ക് എയർ ഇൻടേക്ക് പോലൊക്കെ തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെ എയർ ഇൻടേക്ക് സാധനമൊന്നുമില്ല, ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സാധനം മാത്രമാണ്. പക്ഷേ അതൊരു ലുക്സാണ്. ഈ വിൻഡോ നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് തുറക്കാൻ പറ്റും. ഏറ്റവും റിയറിൽ മിക്കപ്പോഴും എല്ലാ എസ് യു വിക്കും കാണുന്ന പോലെയുള്ള ഒരു ബോക്സി അല്ലെങ്കിൽ ഒരു പെട്ടി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ ഷേപ്പാണ് സ്കോർപിയോയ്ക്കുള്ളത്. എന്നാലും അത് അത്യാവശ്യം നീറ്റായ രീതിയിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്കോർപിയോയുടെ ഈ ടെയിൽ ലൈറ്റൊക്കെ ഉണ്ടല്ലേ, ടെയിൽ ലാമ്പ് അത് താഴെ തുടങ്ങി മേളിൽ റൂഫിൻ്റെ അറ്റം വരെ എത്തുന്ന രീതിയിലുള്ള ടെയിൽ ലാമ്പൊക്കെ ഉണ്ട്. ഈ മോഡിഫൈഡ് ടെമ്പോ ട്രാവലറിനൊക്കെ ഈ ടെയിൽ ലാമ്പൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ റിയറിൽ ഈ ഒരു സ്കോർപിയോ പറ്റി പറയുമ്പം ഇത് വരുന്നത് ഈ ബാക്കിലെ സീറ്റ് ഓപ്പോസിറ്റ് ഫേസിങ് സീറ്റുകളാണ്. മടക്കി വെച്ചിരിക്കുകയാണ് സീറ്റും കാര്യങ്ങളും. അതിൻ്റെ ലോക്ക് നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് ചവിട്ടി കയറാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വലിയ ഫുഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ 5 പേരൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ മടക്കി വെച്ചിട്ട് ലഗേജ് സ്പേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 235mm 16 ഇഞ്ച് ടയറാണ് കമ്പനി സ്കോർപിയോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലൊരു എംഹോഗ് ബാഡ്ജിങ്ങും കാണാൻ പറ്റും. ബേസ് മോഡൽ ആയതുകൊണ്ട് ഡോർ ഹാൻഡിൽസ് ഒന്നും ബോഡി കളർഡ് അല്ല, ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിന് സെൻട്രൽ ലോക്കിംഗ് ഇല്ല. അതുപോലെ തന്നെ ഔട്ട് സൈഡ് റിയർ വ്യൂ മിററും ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്. സ്കോർപിയോയുടെ ഇൻറ്റീരിയറിനെ പറ്റി പറയുമ്പോഴത്തേക്കിനും ഈ മോഡൽ സ്കോർപിയോയ്ക്ക് ആദ്യം ഇറങ്ങിയ സ്കോർപിയോയുടെ ഇൻറ്റീരിയറുമായിട്ട് വളരെയധികം സിമിലറാണ്. ഏകദേശം AC വെൻറ്റും എല്ലാം ഡിസൈനൊക്കെ ഏകദേശം അതുപോലെ തന്നെ ഉള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ്മെൻറ്റാണ്, സ്റ്റീരിയോയും കാര്യങ്ങളും. പിന്നെ ഗിയർ ലിവർ നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റുള്ള ഗിയർ ലിവറാണ്. പിന്നെ ACയും കാര്യങ്ങളും ബട്ടണൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, ഇവിടെ ഒരുപാട് കപ്പ് ഹോൾഡിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ അല്ലാതെ ഇപ്പം കോയിനൊക്കെ ഇടയുള്ള സ്പേസ്, അങ്ങനെ ഒരുപാട് സ്പേസ് യൂട്ടിലൈസേഷൻ മാക്സിമം കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ ബട്ടണൊക്കെ നടുക്കാണ് വരുന്നത്. ഞാൻ ആദ്യം കയറിയിട്ട് ആ ഡോർ പാനലിലൊക്കെ നോക്കി പവർ വിൻഡോ ബട്ടൺ, പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെയാണ് മനസ്സിലായി നടുക്കാണെന്ന്. പിന്നെ കണ്ടില്ലേ, നമ്മുടെ മീറ്റേഴ്സ് എല്ലാം ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. RPM മീറ്റർ, സ്പീഡോമീറ്റർ, മീറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡാഷ്ബോർഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഡാഷ്ബോർഡിൽ ഇവിടുത്തെ സ്പേസ് ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് സൈഡ് മിററൊക്കെ നമുക്ക് ആ നോബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിയർ AC വെൻസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. അതൊക്കെ SUV-ക്കൊക്കെ വേണ്ടതാണ്. ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കും ഒരു കോമൺ ഫീച്ചർ ആണെങ്കിലും ഇതുപോലത്തെ ഒരു വലിയ വണ്ടിക്ക് ഇങ്ങനൊരു AC വെൻ്റ് എന്തായാലും വേണം. അല്ലെങ്കിൽ പുറകെ ഇരിക്കുന്നവരൊക്കെ തണുപ്പ് കിട്ടി വരെ ഒരുപാട് സമയമെടുക്കും. പിന്നെ ഇരിക്കാനൊക്കെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് കാര്യങ്ങളുമാണ്. നല്ല തൈ സപ്പോർട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഈ സീറ്റ് കാണുമെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇത്രയും നീളമുണ്ട് ഈ സീറ്റിന്. അതിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ നല്ല തൈ സപ്പോർട്ട് കിട്ടുന്ന ഒരു സീറ്റാണ്. അപ്പം നല്ല ഹൈറ്റിലിരുന്ന് പോകാനും പറ്റും, നല്ല തൈ സപ്പോർട്ടും കിട്ടും. പിന്നെ ഇവിടെ വേറെ ബട്ടൺസും കാര്യമൊന്നും പ്രധാനമായിട്ടില്ല. പവർ വിൻഡോയുടെ ബട്ടണെല്ലാം നമ്മുടെ സെൻട്രലിലാണ് കൊടുത്തിട്ടുള്ളത്, അകത്ത് സെൻട്രലിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിയറിലും ഞാൻ നേരത്തെ ഡിക്കി തുറന്നപ്പോൾ കാണിച്ച പോലെ പിന്നെ മേളിൽ ഇവിടെ സ്പീക്കറിനുള്ള പോയിൻറ്റ്സ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൂടെയുള്ള സ്കോർപിയോയുടെ ഹൃദയം അഥവാ എൻജിൻ. ഒരു ക്രോമിയം ലേബലൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. മഹീന്ദ്ര എംഹോക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോണറ്റിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ഈ കാണുന്ന ഭാഗം നമ്മുടെ ഈ ബോണറ്റിലുള്ള എയർ ഇൻടേക്ക് സ്കൂപ്പിൽ നടത്തുന്ന എയർ വരുന്ന ഭാഗമാണിത്. എൻജിൻ തണുപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്ന സാധനമാണ്. പിന്നെ കൂടാതെ നമുക്ക് കാണാൻ പറ്റും ഈ ബോണറ്റിൽ നല്ല ഇൻസുലേഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് വൈബ്രേഷനെ കുറയ്ക്കാനായിട്ട് ഇൻസുലേഷൻ അവർ വൃത്തിയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ബോണറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിയറിനൊക്കെ ഒരു പ്ലേ ഭയങ്കര കൂടുതലാണ്. കണ്ടല്ലേ, വലിയൊരു ഗിയറാണ്, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഗിയറൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു പേപ്പറും കാർഡൊക്കെ വെക്കാൻ ചെറിയൊരു റാക്ക് പോലെ സംഭവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്യൂവൽ ലിഡാണ്.
അത് എനിക്ക് നല്ലൊരു പ്ലേസ്മെൻ്റ് ആയിട്ട് തോന്നി. കാരണം ഇപ്പോഴത്തെ മിക്ക വാഹനത്തിലും ഈ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ മൂലയ്ക്കൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് സെൻട്രൽ കൺസോളിൽ തന്നെയാണ് വരുന്നത്. നമുക്കൊരു പ്രശ്നമില്ല, അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഓപ്പൺ ആവും. ഇതെല്ലാം ഡമ്മി ബട്ടണാണ്, ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യാം. പിന്നെ 12 വോൾട്ട് ചാർജിങ്ങിൻ്റെ ഒരു സോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി. ആഹാ, നല്ല ഒരു എന്താണ്, എനിക്ക് ബേസിക്കലി ഇങ്ങനെ ഒരു കുലുക്കമൊക്കെ വരുന്നത് കുറച്ച് ഇഷ്ടമാണ്. കാരണം നമ്മൾ ഇതുപോലത്തെ ഒരു വലിയ SUV ഒക്കെ ഓടിക്കുമ്പോഴത്തേക്കിനും ആ ഒരു ഗാംഭീര്യമൊക്കെ വരണമെങ്കിൽ അങ്ങനെ കുറച്ചൊന്ന് ആടി ഉറങ്ങി നിന്ന്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു കുലുക്കവും വൈബ്രേഷനൊക്കെ വണ്ടിക്ക് എന്തായാലും വേണം. അത് ആ ഒരു വണ്ടിയുടെ ഒരു മാസ് ഫീലിംഗ് കാണിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പലർക്കും പല അഭിപ്രായമായിരിക്കും, ചിലപ്പോൾ മാറിയൊക്കെ വരാം. എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 18 വർഷമായിട്ടും സ്കോർപിയോ ഇപ്പോഴും കമ്പനി നല്ല രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സ്കോർപിയോയെ പറ്റി നിങ്ങളോട് പറയാനുള്ള വിവരങ്ങളും കാര്യങ്ങളും. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ പക്കൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അത് അറിയിക്കുക. നമ്മുടെ വീഡിയോ കാണുന്നവർക്കും എനിക്കും അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. നമ്മുടെ കമൻസിൽ നിന്നും വന്നിട്ടുള്ള റിവ്യൂ അനുസരിച്ചാണ് ഞാനിപ്പോൾ ഒരു സ്കോർപിയോ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ എടുത്തത്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് സ്കോർപിയോയെ പറ്റി നിങ്ങളോട് പറയാനുള്ള കാര്യം. ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സ്കോർപിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡീസൻറ്റ്, ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഡീസൻറ്റ് മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഏകദേശം 13 km/ലിറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. നിങ്ങൾ സ്കോർപിയോ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് സ്കോർപിയോ ചിലപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ സ്കോർപിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും അത് ചിലപ്പോൾ ഉപകാരപ്രദമായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോസിലെല്ലാം അങ്ങനെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ചാറ്റുകളൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.